ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് ചെയ്യാമെന്ന്. അപ്പം ഇതെങ്ങനെ എടുക്കണം എന്താ നമ്മൾ തന്നെ ക്യാമറ ഒക്കെ എടുത്ത് വലിയ മെനക്കേടാണ് നമുക്ക് തന്നെ എടുക്കലൊക്കെ. രാവിലെ പലരുടെയും വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ കാണിക്കുമ്പോൾ അത് ഇതായിട്ട് കറക്റ്റായിട്ട് കാണിക്കണമല്ലോ. നമ്മുടെ ഒരു ദിവസത്തിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിക്കണമല്ലോ. നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുന്നത് എന്താ, നമ്മൾ ചെയ്യുന്നത് എന്താണെന്നൊക്കെ കാണിക്കണമല്ലോ. അപ്പം ചില കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അത് ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പം നമുക്ക് രാവിലെ അപ്പം ഞാൻ എഴുന്നേക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് മോൻ വന്നിട്ടുണ്ടായിരുന്നു. മോനും മോളും വന്നിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു കാണും. വന്നിട്ട് അവർ തിരിച്ച് പോയിരുന്നു. പിന്നെ മോൻ അവധി കിട്ടിയായിരുന്നു. അപ്പം അവൻ വീണ്ടും വന്നായിരുന്നേ. മോളും ഇടയ്ക്ക് വീണ്ടും വന്നായിരുന്നു അവധി കിട്ടിയപ്പോൾ. മോള് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മോൻ വന്നു. മക്കൾ എത്ര ടൈം വന്നാലും നമുക്ക് സന്തോഷമല്ലേ, അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ നമ്മൾ. അപ്പം മോൻ വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് രാവിലെ എഴുന്നേക്കുന്നതൊക്കെ ഒരു വീഡിയോ എടുത്തു തരണേ മോനെ എന്ന് പറഞ്ഞപ്പം മോൻ പറഞ്ഞു അതിനെന്താ അമ്മ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അവനെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു. മോൻ വന്ന് എല്ലാം വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീച്ച എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേക്കും കേട്ടോ, രാവിലെ എഴുന്നേറ്റ് ഞാനങ്ങ് പോകും മീൻസ് റൂമിൽ നിന്ന് അങ്ങ് മാറും, എന്നെ എടുക്കുകയൊന്നും വേണ്ടാന്ന്. അതുകൊണ്ടാണ് റീച്ചാൻ അടുത്തില്ലാത്തത്. അപ്പം ഞാൻ എഴുന്നേറ്റു. എനിക്കങ്ങ് ഒത്തിരി ലേറ്റായിട്ട് എഴുന്നേക്കുന്നൊന്നും ഇഷ്ടമല്ല. രാവിലെ എഴുന്നേക്കണം. പക്ഷേ നിങ്ങൾ ഈ വെട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി ഉച്ചയായെന്ന്. അല്ല, രാവിലെ ആയതേ ഉള്ളൂ ആക്ച്വലി. എന്താണെന്ന് ചോദിച്ചാലേ ഇപ്പം നല്ല വെട്ടമല്ലേ, പെട്ടെന്ന് സൂര്യൻ ഉദിച്ച് ഭയങ്കര രാവിലെ തന്നെ ഭയങ്കര വെട്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കർട്ടൻ ഇച്ചിരി തുറന്നും കിടക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, ബെഡൊക്കെ മടക്കി വെക്കുക. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടിലിരുന്നതിനൊന്ന് പ്രാർത്ഥിക്കുവേ. കാരണം നമുക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ നമുക്കൊന്ന് രാവിലെ എഴുന്നേക്കാനും കണ്ണ് തുറക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനും നമുക്ക് പറ്റുന്നത്. അപ്പം നമ്മളതിന് നന്ദി പറഞ്ഞിട്ട് വേണം. ഞാൻ എപ്പോഴും ഒന്ന് കുരിശ് വരച്ചിട്ട് ഞാൻ കാല് നിലത്തോട്ട് കുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അന്ന് കുരിശ് വരയ്ക്കാതെ കാല് നിലത്തോട്ട് കുത്തിയാൽ ഞാൻ വിചാരിക്കും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനത്തെയൊക്കെ ടെൻഷനുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റു, സെറ്റായി. നമ്മൾ രാവിലെ നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി, എല്ലാം വൃത്തിയായി ഫ്രഷായി. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് പലരെയും ഞാൻ കാണിച്ചിട്ടില്ല. റീച്ചാനെ ഒന്നും ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്, അല്ലാതെ രാവിലത്തെ കാര്യങ്ങളോ അല്ലെ അങ്ങനത്തെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഫ്രഷായിട്ട് ഇറങ്ങി വന്നു. രാവിലെ ഇനി ആദ്യം ചെയ്യുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമൊന്നും അല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല ഞാൻ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നൊരു. ഒരിടയ്ക്ക് നല്ല എക്സസൈസ് ചെയ്ത് നന്നായി വണ്ണം കുറച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പം വീണ്ടും എന്തോ എനിക്ക് പിന്നെയും വണ്ണം കൂടി. പിന്നെ അപ്പം ഒന്ന് വിചാരിച്ചു, കാലിന് വേദനയൊക്കെ തുടങ്ങിയപ്പോൾ വിചാരിച്ചു ചുമ്മാ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ യൂട്യൂബ് ഓണാക്കി എനിക്ക് സുംബ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനകത്ത് കണ്ട ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എന്നെ കൊണ്ട് പറ്റുന്ന രീതി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കരമായിട്ട് എക്സസൈസ് ഒന്നുമില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ആരും കാണാതെ ഇരിക്കുക. റീച്ചാൻ പോലും അറിയില്ല ആക്ച്വലി ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പോലുവേ. ഇന്നിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും റീച്ചാൻ തന്നെ വിചാരിക്കുന്നത് ഇവളിതൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന്. ഇടയ്ക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്ന് യൂട്യൂബ് തുറന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈ അങ്ങോട്ടാട്ടി കാലങ്ങോട്ടാട്ടി ഒന്ന് കുനിഞ്ഞു നൂന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതെങ്കിലും ചെയ്താൽ മതി. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ലേ നമ്മളിതെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് അടിക്കുവേ. അപ്പോൾ ഞാൻ സ്പീഡ് കിട്ടും, അതുകൊണ്ടായിരുന്നു ഇത്ര സ്പീഡിൽ കാണിക്കുന്നത്. ചില ദിവസം ഡാൻസായിട്ട് തന്നെ കളിക്കും. ഇതിപ്പോൾ സുംബ എക്സസൈസ് പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ. ചില ദിവസം ഡാൻസായിട്ട് തന്നെ ഞാൻ ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് ശരീരം നന്നായിട്ട് ഇളകും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഫ്രഷായിട്ട് വന്നിട്ടാണ് എക്സസൈസ് ചെയ്യുന്നതിന്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് അതൊന്നും ഫ്രഷ് ആകാതെ എനിക്ക് ഹോളിലോട്ട് വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുക്കള കയറണമെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ രാവിലെ അതെല്ലാം പരിപാടി, കാരണം ഇവിടെ ഇതിനകത്തല്ലേ നമുക്ക് വേർക്കുന്നൊന്നും ഇല്ലല്ലോ.
അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കാപ്പി ഇട്ട് കുടിക്കും. രാവിലെ ഒരു കാപ്പി മസ്റ്റാണ്. ഞാൻ കോഫി ലവറാണ്. ഒരിക്കലും ടീയുടെ ടേസ്റ്റ് എനിക്കറിയത്തില്ല. അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടൊന്നും അല്ല പറയുന്നത്. ഞാൻ നോർമലായിട്ട് പറയുക, എനിക്ക് ടീയുടെ ടേസ്റ്റ്, ചായയുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തേയില്ല. അപ്പോൾ പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ പപ്പായും അമ്മ എന്നോട് പറയുമായിരുന്നു, നീ ഇപ്പം കോഫി മാത്രം മോള് കുടിക്കത്തുള്ളല്ലോ, മോനെ നോക്കിക്കോ, കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണം കഴിക്കുന്ന പയ്യൻ ഒരു ചായ കുടിക്കുന്ന വ്യക്തിത്വം ആണെങ്കിൽ നീ എന്ത് ചെയ്യും, അപ്പം നീ മാറുമോ, ചായയിലോട്ട് മാറും. അപ്പം ഞാൻ പപ്പയോടും അമ്മോടും പറയുന്നില്ല, ഞാൻ മാറത്തില്ല, ഞാൻ എന്നെ കെട്ടുന്ന ആളെ ഞാൻ കാപ്പി കുടിക്കുന്ന ആളാക്കും, എനിക്കൊരിക്കലും ചായ കുടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമായിരുന്നേ. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റീച്ചാൻ ചായയും കുടിക്കുമായിരുന്നു, കാപ്പിയും കുടിക്കുമായിരുന്നു. ഞാൻ കാപ്പി മാത്രമേ ഇടത്തുള്ളൂ, പക്ഷേ റീച്ചാന് വേണ്ടി ഞാൻ ചായ ഇടുമായിരുന്നു. അപ്പം 2 പാല് കാച്ചിട്ട് പകുതി ചായക്കും പകുതി കാപ്പിക്കും വെച്ച് ഇതൊക്കെ കണ്ട് റീച്ചാൻ മടത്തം തോന്നും. പുള്ളി കാപ്പിയും കൂടി നിർത്തി, ചായ കൂടി നിർത്തി. ഇപ്പോൾ ഗ്രീൻ ടീ മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് സുഖപരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് മാത്രമായിട്ടൊരു കാപ്പി ഉണ്ടാക്കാൻ ഒരു പാത്രം മെനക്കെടുത്തണം, ഗ്ലാസ്, സ്പൂണ്, അരിപ്പ, എന്തെല്ലാം മെനക്കെടുത്തണം. അപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ, മീൻസ് ഫുഡ് ഇത് പാകം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എൻ്റെ കാര്യം ഞാൻ നോക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ കാപ്പി ഇട്ടിട്ട് രാവിലെ ഒരു കാപ്പി കുടിക്കാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാപ്പി പാലടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ ഫോൺ ആദ്യം നോക്കുവേ. ആരെങ്കിലും അത്യാവശ്യം മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം അങ്ങ് നോക്കത്തില്ല. അത്യാവശ്യം പേഴ്സണലി ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്ത് സെറ്റാക്കി അതെല്ലാം തന്നെ പാല് തിളച്ചു. അപ്പം ഞാൻ പാല് തിളച്ച ഉടനെ അതിനകത്ത് തന്നെ കാപ്പിപ്പൊടി ഇട്ടിട്ട് വീണ്ടും തിളപ്പിക്കത്തില്ലേ. പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രത്തോട് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ കാപ്പിപ്പൊടി ഇപ്പോഴായി കാപ്പിപ്പൊടി ഇടാൻ പോകുന്നത്. കാരണം എനിക്കിഷ്ടമല്ല കാപ്പിപ്പൊടി ഇട്ടിട്ട് വീണ്ടും പാല് തിളപ്പിക്കുന്നത്, വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഇപ്പം ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു. പഞ്ചസാരയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഞാൻ ചിലപ്പം ശർക്കര ഉപയോഗിക്കും, അത് ഉപയോഗിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ജാഗരി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കും. കാരണം പൊടിച്ച ജാഗരിയായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അതൊരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമാണ്, നല്ല അത്യാവശ്യം മധുരവും കിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ലോ ഷുഗറിൻ്റെ ഒരു സാധനമുണ്ട്, അതിടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി ഇട്ടാണ് ഞാൻ കാപ്പി കുടിക്കുന്നത്, അല്ലാതെ വൈറ്റ് ഷുഗറായിട്ട് ഞാൻ ഇടത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ നല്ല പതച്ച കാപ്പി വേണം, പതഞ്ഞു വന്ന കാപ്പി വേണം. അതൊരു ടേസ്റ്റ്, അത് ഇരുന്ന് ഊതി കുടിക്കാൻ. അപ്പം അതൊക്കെ കാപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അരിക്കുക. എനിക്ക് പാടയുടെ ഒന്നും വായിക്ക് നാക്കെ തട്ടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് എൻ്റെ കാപ്പിയൊക്കെ റെഡിയാക്കി ഞാൻ ഇനി അതൊക്കെ കുടിക്കാനുള്ള ഒരിതിലാണ്. അപ്പോൾ ഈ കാപ്പി ഇട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് സമാധാനവും എനിക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒന്നും വേണമെന്നേ ഇല്ല കഴിക്കാൻ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, മസ്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനിനിയും ഈ കാപ്പിയൊക്കെ കുടിച്ചൊന്ന് ഫിനിഷ് ആകട്ടെ. അപ്പം നമുക്ക് കാപ്പി കുടിക്കാം. അങ്ങനെ എനിക്ക് കാപ്പി കുടിച്ചിട്ട് കുറച്ചു നേരം വെറുതെ ഇരിക്കണേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാപ്പി എടുത്തുകൊണ്ട് പോയി ഇരുന്നിട്ട് ഞാൻ കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ വേണ്ടി ഞാൻ രാവിലെ എഴുന്നേക്കും. നിങ്ങളാരെങ്കിലും ചെയ്യാറുണ്ടോ? കാപ്പിയുടെ പുറത്ത് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം എൻ്റെ ഫുഡ് കാണുമ്പോൾ, അല്ലെ എൻ്റെ കാപ്പി കാണുമ്പോൾ. എന്നാലേ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കോഫി പൗഡറൊക്കെ ഇട്ട് ആ ഒരു രീതിക്കൊക്കെ കുടിക്കാനായിട്ട് ഞാൻ അത് എടുത്തുകൊണ്ട് ഞാൻ ഹോളിലോട്ട് പോവാണേ. അവിടെ പോയിരുന്നാണ് ഞാൻ കുടിക്കുന്നത്. ആ ഹോളിലെ ആ കൗച്ചിലിരുന്നിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഇങ്ങനെ? അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി വെറുതെ കുത്തിയൊക്കെ ഇരുന്ന് വന്നിട്ട് ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങിയായിരുന്നു, മുട്ട പുഴുങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത്യാവശ്യം അത് മൊത്തം ഞാനല്ല കഴിച്ചു, ഞാനും അച്ഛനും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി അടുപ്പിലോട്ടിട്ടു. അപ്പം അരി തിളച്ചു. അതിന് റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെക്കണം. ഞാനിത് റൈസ് കുക്കറിനകത്താണ് വെക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ കുറേ നേരം ഗ്യാസ് കളയണ്ട. ഇതാകുമ്പോൾ ഇതിനകത്തിരുന്നിട്ട് ജാക്സൻ്റെ റൈസ് കുക്കറാണ്. ഞാൻ നാട്ടിൽ നിന്ന് എപ്പോഴോ ഞാനിവിടെ വന്ന സമയത്ത് കൊണ്ടുവന്ന സാധനമാണ്. 10-24 വർഷം മുന്നേ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെടുത്ത് അതിനകത്ത് വെച്ചു. ഇത് എവിടെ ഫ്ലാറ്റ് മാറിയാലും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേന് റീച്ചൻ ഓഫീസിൽ പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊരു ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് സൂപ്പറല്ലേ. അപ്പോൾ ഞാൻ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്ത് കഴിക്കാനായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു. TV കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ നിങ്ങളെ
കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞു, വാട്ടർമെലൻ എല്ലാം കഴിച്ചു, എല്ലാം കഴിച്ചില്ല, കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചിക്കനൊന്ന് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ട്, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളകും ഉപ്പും കുരുമുളക് പൊടിയും ഇച്ചിരി തൈരും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇച്ചിരി കായപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കുവാണ്. ഞാനാണെങ്കിൽ കുറേ സാധനം, എനിക്ക് മൂഡ് വരുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുവേ. എന്നിട്ട് ഓരോ കവറിനകത്ത് എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ വെക്കും. അതായത് ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഒരു പാത്രത്തിലെടുത്തിട്ട് പേരൊക്കെ എഴുതി ചിക്കൻ ഫ്രൈ എന്നൊക്കെ എഴുതി വെക്കുക. അപ്പം നമുക്ക് ഫിഷൊക്കെ അരച്ച് വരട്ടി ചിക്കനൊക്കെ അരച്ച് വരട്ടി ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചിക്കൻ ഏതാ ഫിഷ് ഏതാന്ന് പിന്നെ ആലോചിക്കണ്ടായല്ലോ. ആ മേളത്തെ ആ ലേബൽ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും ഇത് ചിക്കൻ ഫ്രൈക്കുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെക്കുകയാണ്. 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്, 2-3 പീസ് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എടുത്ത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പേരൊക്കെ എഴുതി വെക്കും ഇപ്പോൾ. എന്നിട്ട് ചിക്കൻ ഫ്രൈ എന്നൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഫ്രീസറിനകത്തോട്ട് വെക്കും. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികൾ, ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ തീർച്ച ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ല, വൈകിട്ടേ കഴിക്കാൻ വരുള്ളൂ. അപ്പോഴത്തേക്കിന് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാമല്ലോ. ചിക്കൻ ഫ്രൈ എന്ന് എഴുതിയിട്ടുണ്ടേ. എന്നിട്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മീനെല്ലാം മസാലയെല്ലാം റെഡിയാക്കി മീനിനകത്ത് ഒഴിച്ചു. ഇനി അത് ഇടുന്ന് തിളച്ച് വെന്ത് വാങ്ങണം നമുക്ക്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിച്ചെടുത്തതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട് പല യൂട്യൂബേഴ്സും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തു ഭയങ്കര മെനക്കേടാണ് നീ. പിന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൂടെയും ചോദിച്ചുകൊണ്ട് എനിക്കത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തത് മാത്രം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻകറി എല്ലാം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമുള്ള ഒഴിച്ച് വെച്ചു. ഇപ്പോൾ തിളച്ചോ നോക്കുകയാണ്. അടപ്പ് മാറ്റി നമുക്ക് നോക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചു. അറ്റ്ലീസ്റ്റ് നന്നായിട്ട് തിളയ്ക്കണം. ആദ്യത്തെ തീ നമ്മൾ നന്നായി കൊടുക്കണേ. കണ്ടോ, പറ്റി, ഓൾമോസ്റ്റ് വെള്ളമൊക്കെ പറ്റി, ചാറൊക്കെ കുറുകി കുറച്ചായി. ഇനി നമുക്കിത് വാങ്ങണം. ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ഇടുകയാണ്. നമ്മൾ വെന്ത് കഴിഞ്ഞ് വാങ്ങുന്നതിന് മുന്നേ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നമുക്കത് വാങ്ങാനുള്ള സമയമായി വരുന്നു. കുറച്ച് കറിവേപ്പില എൻ്റെ പ്രാന്താണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടത്തിൽ കറിവേപ്പില പ്രാന്തുള്ളവരുണ്ടോ? എനിക്ക് പ്രാന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് തോന്നി എനിക്ക് മുഴുവട്ടാന്ന് ഈ കറിവേപ്പില എല്ലാം ഇട്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം റെഡിയാക്കി നമ്മൾ അന്ന് കുലുക്കി തകതക എല്ലാം വാങ്ങി അത് കഴിഞ്ഞിട്ട് അവിയലുണ്ടാക്കുമായിരുന്നേ. കുറച്ച് അവിയൽ തേങ്ങ എല്ലാം അരച്ച് ചതച്ച് ചേർത്ത് എൻ്റെ ഇടയ്ക്ക് എല്ലാ പരിപാടികളും ടപ്പാന്ന് നടക്കണ്ടേ എല്ലാം. അപ്പോൾ എല്ലാം ചെയ്യുകയാണ്. അങ്ങനെ അവിയലെല്ലാം സെറ്റാക്കുവാണ്. അങ്ങനെ അതെല്ലാം ഇളക്കി റെഡിയാക്കുകയാണ് നമ്മൾ. അത്രയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ കുക്കിങ്ങൊക്കെ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഈ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ലേ. ദാറ്റ് മീൻസ് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ എനിക്കിഷ്ടമല്ല. ഫുഡ് കുക്ക് ചെയ്യാൻ കയറുന്നുണ്ടെങ്കിൽ പടാന്ന് കുക്ക് ചെയ്യണം, പടാന്ന് കുക്ക് ചെയ്യണം. എനിക്ക് ഈ ഓങ്ങിയും താങ്ങിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മുടെ നമ്മുടെ അവിയലിനകത്ത്. എന്നിട്ട് കുറച്ച് തൈരും കൂടെ ഇട്ട് മിക്സ് ചെയ്യും നമ്മൾ. ഇത് തീയെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ ചടങ്ങൊക്കെ കാണിക്കാവേ. അപ്പം അതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തീയെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ അവിയൽ കുട്ടൻ റെഡി ആയിട്ടുണ്ട്. അവിയലൊക്കെ ഈസി അല്ലേ വെക്കാൻ, ഒന്നുമില്ല. നമ്മളെ ഒരു കാര്യമേ ഉള്ളൂ, ഈ കഷ്ണം വേവിക്കുമ്പോൾ ഒരിക്കലും കുറേ വെള്ളം കോരി ഒഴിക്കില്ല കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് അത് വെന്ത് വറ്റി വരുമ്പോഴത്തേക്കിനും എല്ലാം അളിഞ്ഞു പോകും. അതുകൊണ്ട് ആ വെജിറ്റബിളിൽ തന്നെ വെള്ളം ഉണ്ടാവും. ചെറു തീയിലിട്ടാൽ വെള്ളം ഇറങ്ങും. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. ഞാനത് ഊറ്റുന്നേ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതെല്ലാം സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആത്തയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ, കസ്റ്റേർഡ് ആപ്പിൾ.
അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ജോലി ചെയ്തതല്ലേ, അപ്പോൾ ഒരു റെസ്റ്റൊക്കെ ആർക്കും ആവശ്യമല്ലേ. എസ്പെഷ്യലി എൻ്റെ വായിക്ക് കുറേ നേരമായിട്ട് റെസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അകത്തേക്കൊക്കെ കഴിച്ചു, സെറ്റായി. അത് കഴിഞ്ഞിട്ട് പച്ചമോരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രിഡ്ജിനകത്ത്. പിന്നെ കുറച്ച് കാന്താരി ഉണ്ട്. ഈ കാന്താരി കിട്ടിയപ്പോൾ തൊട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പച്ചമോരിനകത്തോട്ട് കുറച്ച് കാന്താരിയും കൊച്ചുള്ളിയും ഉപ്പും കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പിലയും ചതച്ചിട്ടാൽ എന്താണെന്ന് ആദ്യം ഞാൻ ആലോചിച്ചു, അല്ലാതെ അങ്ങ് ചുമ്മാതെ അങ്ങ് പച്ചമോരായിട്ട് തന്നെ ഇങ്ങനെയൊന്നും ഇടാതെ കഴിക്കാമെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു മോരുണ്ടാക്കിയാലോ, കാച്ചിയ മോരുണ്ടാക്കിയാലോ എന്ന്. അപ്പം ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ഇതെല്ലാം എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ടക്കെന്ന് റെഡി അടിച്ചാലോ എന്ന്. പിന്നെ ഞാൻ വെച്ചു വേണ്ട, എൻ്റെ അരകല്ല് ഇവിടെ റെഡിയായിട്ട്. അത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നമുക്ക് കാന്താരിയോടിട്ട് ചതയ്ക്കാം. നിങ്ങൾ വണ്ടിയുടെ വല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ? എൻ്റെ കിച്ചൻ്റെ വിൻഡോയിൽ വെച്ചിട്ടാണ് ഞാൻ ക്യാമറ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ലാസ്റ്റ് കറിവേപ്പില. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചതയ്ക്കാം. സെറ്റ്. സൂപ്പറായിരിക്കും. ചോറുണ്ണാനും ഇതിനകത്ത് ഇച്ചിരി പുളിയും കൂടി ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയോട് ഒഴിച്ചാൽ ഒരു രക്ഷയില്ല. പക്ഷെ ഇപ്പം നമുക്കിത് പച്ചമോരിനുള്ളത്, അപ്പം നമുക്കിത് കൊണ്ടുപോയി യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇത് സംഭവം സെറ്റാക്കി മോരിനകത്തോട്ട് അത് ഇട്ടു. ആക്ച്വലി ഞാൻ മോരിനകത്തോട്ട് ആ ചതച്ച് ഇടുന്നതൊക്കെ വീഡിയോ ഓണാക്കി, പക്ഷേ റെക്കോർഡ് ഓണാക്കാൻ മറന്നുപോയി, സോറി ഗൈസ്. അപ്പം അതിനകത്തോട്ടിട്ട് സെറ്റായി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കാര്യമൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് പറയാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന്. ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ പിങ്ക് സോൾട്ട് അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ലതാണ് അതൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഞാൻ കല്ലുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തത്. കാരണം അരയ്ക്കാനൊക്കെ അതായിരിക്കും സൗകര്യം, അരകല്ലിലിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഓമയ്ക്കായും കുറച്ച്
ചെറുപയറും കൂടെ ഉണ്ടായിരുന്നു, അത് തോരനായി. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ അരച്ച് വരട്ടെ ചിക്കൻ, കുറച്ച് ചിക്കൻ 2-3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, 3-4 പീസ് എടുത്തുണ്ടായിരുന്നു. അച്ഛനും വെച്ചിട്ടുണ്ട്, ഞാൻ 2 പീസ് എടുത്തു. പിന്നെ കുറച്ച് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊഞ്ച് പൊടിയാണ്, പ്രോൺസ് പൊടിച്ചതാണ്, ഉണക്കപ്പൊടിച്ചതാണ്. പിന്നെ നമ്മുടെ മോര്, പച്ചമോര്, നമ്മളിപ്പോൾ കാന്താരിയൊക്കെ ചതച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ ഇഞ്ചി ഇടാഞ്ഞെന്ന്. ഞാൻ ഇഞ്ചി ഇട്ടില്ല. അപ്പം നമുക്ക് കഴിക്കാം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യണേ. ഇവിടെ കാന്താരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഇച്ചിരി കൊഞ്ച് പൊടിച്ചത്, പിന്നെ കുറച്ച് തോരൻ, അതായത് ഓമയ്ക്കായും പയറും, ചിക്കൻ്റെ ഇച്ചിരി പീസ്. കഴിക്കാവേ. എന്ത് ടേസ്റ്റ്, സൂപ്പർ. നമ്മുടെ കൊഞ്ച് പൊടി മാത്രം ഇട്ട് പച്ചമുളകിൻ്റെ കൂടെ ഇളക്കി തിന്നോക്കാവേ. ആ കൊഞ്ചും ആ കാന്താരി സൂപ്പറായിട്ടുണ്ട്. ആക്ച്വലി ചിക്കൻ ഫ്രൈ എടുക്കണ്ടായിരുന്നില്ലേ. ചിക്കൻ ഫ്രൈ എടുക്കണ്ടായിരുന്നു എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. ആ കൊഞ്ചും പച്ചമോരും ഓമയ്ക്കായും മതിയായിരുന്നു. ഞാൻ ആക്ച്വലി കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ, ഒത്തിരി ചോറൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ. പക്ഷേ കറിയെല്ലാം കൂടെ വരുമ്പം കുറേ കൂടുതലാകും ചോറ്. പണ്ട് ഫിലോമിന പറഞ്ഞ പോലെ കറി കൂടുതലായതുകൊണ്ട് കുറച്ച് ചോറ് പോരട്ടെ എന്ന് പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ച് കുറച്ച് കറി അങ്ങ് ആദ്യമേ കൂടുതൽ വെച്ചു. പച്ചമോരിൻ്റെ കഴിക്കാനുള്ള ആക്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതെല്ലാം ആസ്വദിച്ചൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, പിന്നെ കാണാം. അങ്ങനെ നമ്മുടെ ചോറെല്ലാം നമ്മൾ കഴിച്ച് തീർത്തു കണ്ടോ, പ്ലേറ്റ് വൃത്തിയായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ല, ഒരിക്കലും ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല കേട്ടോ. ഞാൻ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം എനിക്കൊരു ഗിഫ്റ്റ് മേടിക്കണം. വൈകിട്ട് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഒരു കുഞ്ഞിൻ്റെ, ഒരു മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് മേടിക്കണം. അപ്പം 1-2 കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും മോനും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോൻ ഇടയ്ക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് ക്യാമറ ഒക്കെ എടുത്തു തരാൻ, വീഡിയോ ഒക്കെ എടുത്തു തരാനൊരു വലിയൊരു സഹായം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് ഇതൊക്കെ എടുത്തു തരാൻ ഇഷ്ടം, പക്ഷേ അദ്ദേഹത്തിന് ക്യാമറയ്ക്കകത്ത്, അതായത് സീനി വരാൻ ഇഷ്ടമല്ല. അത് അപ്പനും മക്കൾക്കും അത് ഇഷ്ടമല്ല. പക്ഷേ എടുത്തു തരുമൊക്കെ ചെയ്യും. അവരൊക്കെ അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു തരാൻ റെഡിയാണേ. അപ്പം ബിഹൈൻഡ് ക്യാമറ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എന്ത് ഗിഫ്റ്റ് മേടിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല, എന്നാലും ട്രൈ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. മോന് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നോക്കട്ടെ എന്തോ കിട്ടുമെന്ന്. വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടുന്ന് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ വണ്ടി, ഇതെൻ്റെ വണ്ടിയാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ സച്ചിമോനോട് ഈ സമയത്ത് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. കുഞ്ഞ് ആ വീഡിയോ എടുത്ത് തന്നതുകൊണ്ട് എനിക്ക് ഓക്കെ ആയി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയെന്നെ, എങ്ങനെ എടുത്തേനെ ഞാൻ. അപ്പം കുഞ്ഞെടുത്ത് തരികയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരോട് ഒന്ന് പോവുകയാണ് വണ്ടിയൊക്കെ എടുത്ത്. എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല, നോക്കട്ടെ. അപ്പം അങ്ങനെ ഞങ്ങൾ കുഞ്ഞും കയറുകയാണ്. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കാം. ബെൽറ്റൊക്കെ ഇടണമല്ലോ, ഫസ്റ്റ് ബെൽറ്റ് മുഖ്യം ബിഗിലേ. അങ്ങനെ നമ്മളെപ്പോഴും സേഫ്റ്റി എപ്പോഴും നമ്മൾ കരുതണം. അതുകൊണ്ട് ഫസ്റ്റ് വണ്ടി കയറുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവർ മസ്റ്റായിട്ടും ബെൽറ്റ് ഇടണം, അതാരും മറക്കരുത്.
അപ്പം വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ട് പോവുകയാണ്. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്തു മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി കാണാം എന്താ അടുത്ത സംഭവം എന്നുള്ളത്. അപ്പം നിങ്ങളുടെയൊക്കെ വിശേഷം എന്താണ് പറയൂ. ഇന്നെന്തായിരുന്നു എല്ലാവരുടെയും പരിപാടി? നിങ്ങളെന്തായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയത്? എനിക്കിങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ സത്യത്തിൽ വലിയ മടിയാണ്. ഓഫീസിൽ പോകാൻ പോലും ഭയങ്കര മടിയാണ്. പിന്നെ അങ്ങ് പോകുന്നു, പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വണ്ടി എടുത്ത് പോകുന്ന ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, ട്രാഫിക് അതുകൊണ്ടാണ്. എസ്പെഷ്യലി ഇന്നിപ്പോൾ ഇപ്പം എനിക്കിന്ന് സ്കൂളൊക്കെ അടച്ചെന്ന് തോന്നുന്നു, അറിയില്ല. സ്കൂളൊക്കെ ഈ ഇപ്പം വെക്കേഷൻ ഏതാണ്ടൊക്കെ അല്ലേ, എന്തൊക്കെയോ ഹോളിഡേയ്സ് ഉണ്ട്, അതിൻ്റെ സ്കൂളടക്കി. അതുകൊണ്ട് ഇപ്പം ഇച്ചിരി ബസ്സൊന്നുമില്ല, സ്കൂൾ ബസ്സൊന്നും കാണുന്നില്ല. അത് കാണാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇപ്പം സ്കൂൾ അടച്ചു എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ വലിയ വെക്കേഷൻ്റെ അല്ല, എന്തോ 2-3 ദിവസത്തെ എന്തോ ഒരു വെക്കേഷൻ. പിന്നെ ഇന്നും നാളെയും പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക നോർമൽ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ ആയിരിക്കും, അറിയത്തില്ല. എന്തായാലും ഇപ്പം വണ്ടിയൊന്നും ബസ്സൊന്നും സ്കൂൾ ബസ്സൊന്നും കാണുന്നില്ല ഞാൻ. എന്തായാലും സമയം ഇപ്പം ഒരു 4 o'clock ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാ കാര്യങ്ങളുടെ പോക്ക്. അയ്യോ, നമ്മൾ അതുവഴിയായിരുന്നു പോകുന്നത്. ആദ്യം നമ്മൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ഒരു പാൻറ്റ് ഓൾട്ടർ ചെയ്യണമായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈലറിങ് ഷോപ്പിലോട്ടാണ് പോയത്. അപ്പോൾ അവരുടെ കയ്യിൽ അതെല്ലാം കൊടുത്തു. അവരതിൻ്റെ അളവെല്ലാം നോക്കി എല്ലാം എഴുതി സെറ്റാക്കി. നല്ലതായിട്ട് തയ്ക്കുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഗിഫ്റ്റൊക്കെ നോക്കി, നമുക്ക് നല്ലൊരു ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് മോനപ്പം മുടി വെട്ടാനായിട്ട് പോയേ. അപ്പം ഞാനായിരുന്നു ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോയത്. അപ്പോൾ മോനെ വിളിച്ചപ്പോൾ അവൻ മുടി വെട്ടിയിട്ട് ഇറങ്ങാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ചു. ഇവരെല്ലാം കാപ്പി കുടിക്കുന്നതും ചായ കുടിക്കുന്നതും കണ്ടപ്പോൾ, ചായ കുടിക്കുന്നില്ല കാപ്പി കുടിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു അവിടെ നല്ല ചില്ലിട്ട ഗ്ലാസ്സിനകത്ത് സൂപ്പർ ഐറ്റംസ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമോസ. ചിക്കൻ ഇഷ്ടമല്ല, വെജ് സമോസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരോട് ഒരു വെജ് സമോസയും പറഞ്ഞു, ഒരു കോഫിയും പറഞ്ഞേ. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ വൈകിട്ട് ഞാനിങ്ങനെ കോഫി ഇട്ട് കുടിക്കുന്ന ആളൊന്നുമല്ല. ചിലപ്പോൾ തോന്നുവാണെങ്കിൽ, അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു കോഫിയും മേടിച്ചു, ഒരു വെജ് സമോസയും മേടിച്ചു. അപ്പം വെജിറ്റബിൾ സമോസയും കോഫിയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു മേടിച്ചു. അവിടോട്ട് മേടിച്ച് വെച്ചപ്പോൾ മോൻ വിളിച്ചു, അവൻ ഹെയർ കട്ട് കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെച്ചാൽ ഇനി വണ്ടിക്കകത്തിരിക്കുന്ന കുടിക്കണം. നമുക്കിനി അധികം സമയമില്ല, ചെന്നിട്ട് നമുക്ക് പോകണം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരിതുണ്ടെന്ന്, നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഓടിച്ചില്ലാണ്. എൻ്റെ കോഫിയൊക്കെ ആയതുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞു മോൻ തന്നെ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കയറിയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോവുകയാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പം ആ രീതിയിലുള്ള നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണ്ടേ. അപ്പം വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി അടുത്ത ഡ്രസ്സ് ഇട്ടു നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോവുകയാണ്. അപ്പം ഞാൻ അങ്ങനെ വലിയതായിട്ടങ്ങ് ഒരുങ്ങിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോർമലായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്യുകയും കിട്ടുന്നുണ്ട്. ഞാൻ താഴെ വന്നിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ലിഫ്റ്റ് അങ്ങ് അടഞ്ഞു പോയി. പിന്നെ ലിഫ്റ്റ് തുറന്നു ഇറങ്ങി വരികയാണ്. അപ്പോൾ കുഞ്ഞത് വീഡിയോ എടുത്ത് തരികയാണ് എനിക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എപ്പോഴോ മേടിച്ച് വെച്ചതാണ്. ഈ മേടിച്ച് വെച്ച് കൂട്ടി വെക്കുന്നതുകൊണ്ട് എവിടെ വെച്ചതെന്നൊന്നും ഓർമ്മയില്ല. പിന്നെ തപ്പിച്ചെന്നപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ ആ ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ
ഒത്തിരി ആളൊന്നുമില്ല കേട്ടോ, അധികം പേരൊന്നുമില്ല. നമ്മുടെ ഓഫീസിലുള്ള ഒരു പയ്യൻ്റെ കുഞ്ഞിൻ്റെയാണ്. അവരുടെ വൈഫും ഹസ്ബൻഡും നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അവരുടെ മൂത്ത മോൻ്റെയാണ്, ആദ്യക്കുട്ടൻ്റെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു എത്തി. റീച്ചാൻ എൻ്റെ ക്യാമറ വന്നപ്പോൾ ഓടി മാറി തരികയാണ്. അപ്പം ഞങ്ങൾ റീച്ചാനെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ബ്ലെസ് ചെയ്യുകയാണ് അവനെ. അപ്പോൾ അതാണ് അമൃതയും ധനേഷും, അവരുടെ മോനാണ് ആദി. അപ്പം അമൃത നമ്മുടെ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓടി ചെന്ന് ആദ്യക്കുട്ടി, അവരാണെങ്കിൽ എന്തോ ഷൈ പോലായിരുന്നു. ഞാൻ കെട്ടിപ്പിടിച്ചു, ഇതൊക്കെ എല്ലാം പറഞ്ഞു. ഗിഫ്റ്റൊക്കെ ഞാൻ എൻ്റെ ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൈ ഗിഫ്റ്റൊന്നും കാണാത്ത. അമൃതയും ഞാനും കൂടെ ഒരു കെട്ടിപ്പിടുത്തം, സ്നേഹം. എല്ലാവരും കാണുമ്പോൾ ഈ പിള്ളേർ ഭയങ്കര നല്ല പിള്ളേരാണ്. എന്തൊരു സ്നേഹമാണെന്നറിയാമോ, ഭയങ്കര റെസ്പെക്റ്റാണ് അതാണ് എനിക്ക്. അവർക്ക് എന്ത് റെസ്പെക്റ്റാണെന്നറിയാമോ. ഇപ്പോൾ റീച്ചാന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് അവർ എനിക്കും തരുന്നുണ്ട്. അതാണ് എനിക്കൊരു ഭയങ്കര ഇഷ്ടം, സത്യം പറഞ്ഞാൽ. അതാണ് ഒരു സന്തോഷം. അപ്പം അങ്ങനെയൊക്കെയാണ്. അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ് അതാണ് ഇളയ മോനാണ്, അവരുടെ ഇളയ കുഞ്ഞ് ഇച്ചു. മൂത്ത മോൻ ആദി, രണ്ടാമത്തെ ആൾ ഇച്ചു. ഇച്ചുവിന് വേറെ ഒഫീഷ്യൽ നെയിം ഉണ്ട് കേട്ടോ, ഞാനത് മറന്നുപോയി, സോറി ഗൈസ്. അപ്പം ഇച്ചു ധനേഷിൻ്റെയും അമൃതയുടെയും ഫ്രണ്ട്സാണ്. അവരുടെ കൂടെ ഇരിക്കുകയാണ് അവിടെ. ഞങ്ങൾ സംസാരിക്കണം. അപ്പം അമൃത ഞങ്ങളെ പരിചയപ്പെടുത്തും ആരാ എന്താന്നൊക്കെ. അപ്പം എല്ലാവരും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ധർമ്മേന്ദ്ര, അത് ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രിയപ്പെട്ട ഒരാളാണേ. ധർമ്മേന്ദ്ര വൈഫും ഫ്രണ്ട്സും എല്ലാവരും കൂടെ വരുവാണേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങി. അങ്ങനെ നമുക്കിനി കേക്ക് കട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് രാത്രിയായിരുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നെക്സ്റ്റ് എപ്പിസോഡ്